ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആദംസ് വൈബ്സ്. ഹലോ, വെൽക്കം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ്. ഇൻഫോർമേഷൻ നൽകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിന് ഇല്ലാത്തൊരു ഇതാണ്. പക്ഷേ നമ്മളെ കേൾക്കാനും കാണാനും കുറേ പേരുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യണതാണ്. വേറൊന്നുമല്ല, ആദികുട്ടൻ ഞങ്ങളുടെ മകനെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വരും, അതിൽ ഞങ്ങൾ ആദികുട്ടനെ എങ്ങനെ ഞങ്ങൾക്ക് കിട്ടി എന്നുള്ളത് പറയാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഞങ്ങൾ അതാണ് പറയാൻ പോകുന്നത്. ആദ്യ ഞങ്ങളുടെ ലൈഫിലോട്ട് വന്നത് അതിന് ശേഷമാണ് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ കല്യാണം ഞങ്ങൾക്ക് 2018 ഏപ്രിൽ 16 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറെ പ്ലാനുകളൊന്നും ഉണ്ടായിരുന്നില്ല. കൊച്ചു വേണമെന്നോ വേണ്ടെന്നോ പ്ലാൻ ഉണ്ടായിരുന്നില്ല. എപ്പോഴെങ്കിലും ആവുമ്പോൾ ആവട്ടെ എന്നുള്ള ഒരു മൈൻഡിൽ അങ്ങനെ വിട്ടേക്കായിരുന്നു. അങ്ങനെ ഞാനിവിടെ നിന്ന് ഒരു 1.5 മാസം ഞാൻ ഇവിടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഗൾഫിലോട്ട് പോയി. ചേട്ടാ അങ്ങോട്ട് പോയിട്ടാണെങ്കിലും 6 മാസം കഴിഞ്ഞിട്ട് ഞാനും പോയി ചേട്ടായുടെ അടുത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇവർക്ക് ഈ മറ്റേ മെൻസസ് റെഗുലർ അല്ല എന്നുള്ള കാര്യം അറിയാമായിരുന്നു. അപ്പം അങ്ങനെയുള്ളവർക്ക് കുട്ടികൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്, ലേറ്റ് ആവും. പക്ഷെ അപ്പൊ അങ്ങനെ അറിയാം. അപ്പൊ അതിനുള്ള മരുന്ന് കഴിച്ചിട്ടാണ് റെഗുലർ ആക്കി കഴിഞ്ഞിട്ടാണ് ഇവളെ അങ്ങോട്ട് കൊണ്ടുപോണത്, ഗൾഫിലോട്ട് ഞാൻ കൊണ്ടുപോണത്. മെഡിസിൻ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പൊ ഉദ്ദേശം ഇങ്ങനെ കുട്ടികളാണെങ്കിൽ ആവട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ 2 മാസം അവിടെ നിന്ന്. ആദ്യത്തെ മാസം കഴിഞ്ഞ് ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി, ഇല്ല, കറക്റ്റായിട്ട് മെൻസസ് ഒക്കെ വന്ന്. അപ്പോൾ റെഗുലർ ആണല്ലോ. പിന്നെ അങ്ങോട്ട് പോയി 2ാമത്തെ മാസം ആയപ്പോൾ ഇവളുടെ ടൈം ആയപ്പോൾ മെൻസസ് ആവള്ള. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഓർമ്മയുണ്ട് ആയി സംഭവം ആയിരിക്കാണ്. മെൻസസ് റെഗുലർ ആക്കിയല്ല. അപ്പം പിന്നെ കറക്റ്റായിട്ട് പറയേണ്ടതാണ്. പക്ഷേ 2ാമത്തെ ടൈമിലാണെങ്കിൽ ഞാൻ തിരിച്ച് പോരാനുള്ള ടൈമായി. 2 മാസത്തേക്കാണ് പോയത്. ചേട്ടാ ഞാൻ ഇങ്ങോട്ട് തിരിച്ച് പോരാനുള്ള ടൈമായി. പിന്നെന്ന് വെച്ചാൽ ഞാൻ കറക്റ്റ് ടൈമിൽ എനിക്ക് തലകറക്കം, ഛർദി, ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉറപ്പിച്ച് ഇത് സംഭവം മറ്റേതാണ്. മറ്റേ സാധനം വാങ്ങാൻ പോകാൻ പറ്റില്ല. ഇപ്പൊ അങ്ങനെ നിക്കണ ടൈം ഇപ്പൊ ഏകദേശം ഒക്കെ ഓക്കെ. അപ്പൊ പിറ്റേ ദിവസം അവള് തിരിച്ചിങ്ങോട്ട് പോരാ, ടിക്കറ്റ് എടുത്തേക്കാണ്. പിറ്റേ ദിവസം തിരിച്ചിങ്ങോട്ട് പോരാ. അപ്പൊ എന്തായാലും നാട്ടിലെത്തിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നിക്കണ്. അങ്ങനെ അവള് ഡ്രസ്സ് മാറി പോവാൻ പറ്റിയിട്ട് ഇറങ്ങണേന് തൊട്ട് മുമ്പ് മെൻസസ് ആയി. ഫ്ലൈറ്റിൽ കയറണ അന്ന് അവിടുന്ന് ഞങ്ങൾ പാക്ക് ചെയ്ത് ഇറങ്ങാൻ നിൽക്കുന്ന ടൈമില് കൺഫേം ആക്കിയിട്ടാണ് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് കയറിയത്. തിരിച്ച് പറഞ്ഞു വിട്ടു. അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞ് അപ്പൊ ഇല്ല അങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞത് പിന്നെയും 1 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടിലോട്ട് വന്നതും. നാട്ടിൽ വന്ന് ഇവിടെ പിന്നെയും ഇവളെണ്ട ചെക്കപ്പ് ചെയ്യണത്. ഇവിടെ കൊണ്ടുകിടന്ന് അടുത്ത ഡോക്ടറിൻ്റെ അടുത്ത് പോകും, അവിടെ ചെക്കപ്പ് ചെയ്യും, റെഗുലർ ആക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങനെ തെറ്റും, പിന്നെ അടുത്ത സ്ഥലത്ത് പോകും. പിന്നെ ഫുഡ് ഞങ്ങൾ ഒരുപാട് കൺട്രോൾ ചെയ്തു. കാരണം PCOD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, വെയിറ്റ് കുറക്കണം, ഫുഡ് കൺട്രോൾ ചെയ്യണം, ഓയിൽ കഴിക്കാൻ പാടില്ല, അങ്ങനെ കുറേ ഇതുണ്ട്. എല്ലാവർക്കും അറിയാൻ പറ്റും PCOD മീൻസ്. ഞാൻ എന്ത് ചെയ്ത് അതിൻ്റെ ഇടയിൽ 1 പ്രാവശ്യം കൂടി ലീവിന് വന്നു കഴിഞ്ഞപ്പോഴും ഇതിൻ്റെ പുറകെയുള്ള പോക്കാണ്. എന്തെങ്കിലും ആവുമെന്ന് അപ്പോൾ ഇവിടെ കൊണ്ടുപോയാണ് ചെക്ക് ചെയ്യണത്. വിളിക്കാനുള്ള പ്രശ്നം നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് വിളിക്കണ പ്രശ്നം ഒന്നാണ്. അങ്ങനെ ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ അടുത്ത ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ അത് അവിടെ നിന്ന് കഴിയുമ്പോൾ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എന്നിട്ടും വെള്ളമെല്ലാം റെഡി ആയിട്ടും കൊച്ചുങ്ങളാണല്ല. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് ഇത് തന്നെ 2ാമത്തെ വർഷം കഴിഞ്ഞ് 3ാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാവോ ഇല്ലേ എന്നൊക്കെ ഒരു ഡൗട്ട്. പിന്നെ ഞങ്ങള് അങ്ങനെ തീരുമാനിച്ചു ഞങ്ങൾക്ക് ഉണ്ടാവില്ല. നമ്മൾ എത്ര പ്രാവശ്യം ഒരുമിച്ച് നിന്ന് മെഡിസിനൊക്കെ എടുത്ത് എല്ലാം ഓക്കെ ആയി. എന്നിട്ട് നമുക്കിനി എന്തായാലും നമുക്ക് ഉണ്ടാവില്ല, നമുക്ക് എന്തായാലും. അപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് തോന്നി. ഞാൻ എന്ത് ചെയ്തു, ഞാൻ പോയി അങ്ങനെ ടെസ്റ്റ് ചെയ്തു. അപ്പോഴാണ് ചേട്ടായിക്ക് ഇങ്ങനെ ടെസ്റ്റ് അങ്ങനെ ഞാൻ പോയി ചേട്ടായി ടെസ്റ്റ് ചെയ്ത് ഞാൻ പോയി ടെസ്റ്റ് ചെയ്ത്. അപ്പൊ പ്രശ്നം എനിക്കുമുണ്ട് പ്രശ്നം. അപ്പം എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഗൾഫ് അവർ പറയുന്നതനുസരിച്ച്, ആൾക്കാരൊക്കെ പറയുന്നതനുസരിച്ച് ഗൾഫിൽ ചൂടിൻ്റെ, 2ാമത്തത് ഈ ഫുഡിൻ്റെ ഇതൊക്കെയാണ്. ഇവൾക്ക് മാത്രമുള്ളൂ എന്ന് വിചാരിച്ച് ഇവളെ കൊണ്ടിടുന്നത് അത്രയും ടൈമൊക്കെ വേസ്റ്റ് അയക്കേണ്ട. കാരണം നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ആദ്യം ഇങ്ങനെയുള്ളവർക്ക് ആദ്യം പെണ്ണുങ്ങളെ കൊണ്ടുപോയാണ് നമ്മൾ ആണുങ്ങൾ ചെക്ക് ചെയ്യില്ലല്ലോ. ആണുങ്ങൾ അടിപൊളിയാണെന്ന് വിചാരിച്ചിരിക്കും. ഇരുന്നിരുന്ന് മൂത്ത ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ പോയി നമ്മളെ ചെക്ക് ചെയ്യണത്. അപ്പോൾ മനസ്സിലാവും നമുക്കും പരിപാടി പണി എന്ന് പറയും. ആ സംഭവമാണ് നമ്മളുടെയൊക്കെ ലൈഫിൽ നടന്നത്. എന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഗൾഫിലായതുകൊണ്ടും
അതിന് ടൈമും ഇല്ല. മെഡിസിൻ കഴിക്കണമെങ്കിൽ നമ്മൾ റെഗുലറായിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ പിന്നെ എൻ്റെ കാര്യം പിന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ റെഡിയായ ഓക്കെ ആവുന്നുള്ള ഒറ്റ ചിന്തയിൽ ഞാൻ നടക്കരുത്. പിന്നെ എനിക്ക് മനസ്സിലായി, ഞാനും ഇങ്ങനെ ഓരോ ഡോക്ടർമാരെ കണ്ട് ഇങ്ങനെ നടന്നിട്ടാ. ഇതിൻ്റെ ഇടയ്ക്കെന്ന് വെച്ചാൽ വേറെ പ്രശ്നം പറഞ്ഞതെന്ന് വെച്ചാൽ, പിള്ളേരില്ലെങ്കിൽ നമുക്കല്ല പ്രശ്നം, നമ്മുടെ നാട്ടുകാർക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. അവർക്ക് ഭയങ്കര സ്നേഹം കൂടുന്ന ടൈമാണ് അപ്പം. പക്ഷെ ഞങ്ങളുടെ വീട്ടുകാർക്ക് ഇന്നേ വരും ചോദിച്ചിട്ടില്ല, വീട്ടിലെ അപ്പച്ചനും അമ്മച്ചി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നാ ഞങ്ങൾ വിചാരിച്ചു. അങ്ങനൊന്നും പറയാറൊന്നുമില്ല, അങ്ങനെയൊന്നും പറയാറുണ്ടായിരുന്നില്ല അനക്കല്ലേ, ഒന്നും പറയാറില്ല. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് ഇവർക്ക് എന്താ നമ്മൾക്കൊരു കൊച്ചു കാണണമെന്ന് ഇവർക്കൊരു ആഗ്രഹമില്ല, ഇവർക്കൊരു സ്നേഹമില്ല നമ്മളോട് വെറുതെ. പക്ഷെ നാട്ടുകാർക്ക് ഭയങ്കര സ്നേഹം ഓർന്നിട്ടാട്ടെ. അത് ചേട്ടായിട്ട് ഞാൻ പറയുന്നത് എന്താണ് ഇവിടുത്തെ അപ്പച്ചനും എൻ്റെ അപ്പച്ചനും ഇതേപ്പറ്റി ഞാൻ ചേട്ടായിട്ട് എപ്പോഴും ഞാൻ ചോദിക്കുന്നു. കാരണം ഇവിടുത്തെ അപ്പച്ചനമ്മിച്ച അല്ലെങ്കിൽ എൻ്റെ അപ്പനമ്മ ഇതേപ്പറ്റി ഞങ്ങളോട് ചോദിക്കേ, നിങ്ങൾ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് നോക്കുന്നില്ല, എന്താണ് ഇത്ര ലേറ്റ് ഒരു കാര്യം പോലും ഇതേപ്പറ്റി ഞങ്ങളോട് ഇതുവരെ അവർ ചോദിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പനമ്മമാരെങ്കിലും സ്നേഹം നാട്ടുകാരിക്കായിരുന്നു. അവരാണ് ഞങ്ങളോട് ആർക്കാണ് മക്കളെ കുഴപ്പം, എന്താണ് ആവാത്തത്, വേണ്ടാന്ന് വെച്ചതാണ്, പിന്നെ ഉപദേശം എവിടെയെങ്കിലും ആശുപത്രി പോയി കാണിക്കേ, നിങ്ങൾ വേണ്ടാന്ന് വെക്കല്ലേ. ഉപദേശം എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ വേണ്ടാന്ന് വെക്കരുത്. കാരണം വേണ്ടാന്ന് വെച്ചാൽ പിന്നീട് അതിൽ അത് കിട്ടും ഇത് കിട്ടും. നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ നമ്മൾ തുടക്കം തുടങ്ങി വേണമെന്ന് വെച്ചാൽ ഒരു കലക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ കാര്യമില്ല, നമുക്ക് കിട്ടാത്ത നമുക്ക് മാത്രമല്ല അറിയുള്ളൂ, അവർക്കറിയില്ല. അവർ നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ പിന്നെ വേറെ ഉപദേശം വരും കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിക്കണം. വേറെ ഇന്ന ഡോക്ടറെ കാണും, ഓ അവിടെ കാണിച്ചേക്കണത് നിങ്ങളുടെ അപ്പുറത്ത് പോയി കാണിച്ചു. അല്ല പൈസയുടെ അല്ല പറയണത്, അവിടെ കാണിക്കണ്ട ഇന്ന സ്ഥലത്ത് പോയി കാണിച്ചു. അവിടെ അപ്പം പോയ അപ്പർ റിസൾട്ടാണ്. എൻ്റെ മറ്റേ കുഞ്ഞമ്മയുടെ മോൻ മറ്റേ അവരെ ബന്ധക്കാരെ കുറേ പേരെ പേര് പറഞ്ഞിട്ട് അവിടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നിന്ന് ഇവിടെ നിന്ന് വിട്ട് നമ്മൾ അങ്ങാട് വിടും. അവിടത്തെ ചെയ്ത് കുറച്ചു നേരം കഴിയുമ്പോഴായിരിക്കുള്ളൂ വേറെ ആരെങ്കിലും നമ്മളെ ഇതുപോലെ തന്നെ നമ്മളെ സ്നേഹിക്കുന്ന നാട്ടുകാർ കാണുന്നതും പിന്നെ സംസാരിക്കുമ്പോൾ അവിടെ പോയിട്ട് ഒരൊന്നും നടന്നിട്ടില്ല. അതേ 2-3 വർഷമായി ഓരോരുത്തർ അവിടെ നടക്കുന്നത്. ഇവിടെ ആകുമ്പോൾ സൂപ്പറാണ്. ഇവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് ചെന്നാൽ മതി, കൊച്ചു നിങ്ങൾ കൈ തരും എന്ന് പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ദൈവമേ വേഗം കിട്ടുമല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് വിട്ട് അങ്ങാട് ഓടും. ഈ ഓട്ടം നമ്മൾ എന്ന് നിർത്തുന്നു അപ്പം അന്ന് നമുക്ക് റെഡിയാവും എല്ലാ കാര്യങ്ങളും. അങ്ങനെ സ്റ്റേബിൾ ആയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേബിൾ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ പറയാനുള്ള അത് ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തതെന്നും പറയാനുള്ള ഞങ്ങൾ. കാരണം അതൊക്കെ ഓരോരുത്തരുടെ ഇതനുസരിച്ചാണ്. ആവശ്യമുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞുതരാം. ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ച് എന്തായാലും എല്ലാ ചികിത്സയും അവസാനിപ്പിച്ച് ഇനി ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കണ്ടുപിടിച്ചിട്ട് അതെന്ന് വെച്ചാൽ ആൾക്കാർ കുറച്ച് റിസർച്ചൊക്കെ ചെയ്ത് യൂട്യൂബിലൊക്കെ നോക്കി ഏത് നല്ല ഹോസ്പിറ്റലിൽ ഇപ്പം നമ്മുടെ തൊട്ട് പരിചയമുള്ള നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരോട് മാത്രം ചോദിച്ച് മനസ്സിലാക്കി ഇന്ന ഹോസ്പിറ്റൽ ഓക്കെ ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ പോയി രണ്ടുപേരും ഒപ്പം ചെക്കപ്പ് ചെയ്ത് രണ്ടുപേരും കുറവ് എന്താണെന്ന് മനസ്സിലാക്കി. അത് ഞാൻ ഗൾഫിൽ നിർത്തി വന്നു. ഇതിനുള്ള പക്ക ട്രീറ്റ്മെൻറ്റ് 1 വർഷം അങ്ങോട്ട് എടുത്ത്. ഞങ്ങൾ ഫുഡ് കൺട്രോൾ ചെയ്തായിരുന്നു. ഒരുപാട് കാര്യം ഹെൽത്ത്, ഞങ്ങളുടെ ബോഡി വെയിറ്റ് ഒക്കെ കുറച്ച് പിന്നെ അങ്ങനെ ഉള്ള കാര്യങ്ങൾ. മെഡിസിൻ ഇപ്പം എനിക്ക് നല്ലോണം മെഡിസിൻ ഉണ്ട്. അപ്പം ചെറുതായിട്ട് അടിക്കണ വല്ലപ്പോഴൊക്കെ അടിക്കണ അതൊക്കെ നിർത്തേണ്ടി വരും. അതൊന്നും ചെയ്യരുത്. ആൽക്കഹോളൊക്കെ നിർത്തുക, മെഡിസിൻ എടുക്കുക, കറക്റ്റ് പക്കയായിട്ട് അങ്ങോട്ട് പോയി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, പ്രായം കൂടുന്തോറും ഇതിൻ്റെ കുറഞ്ഞു വരും. പ്രായം കൂടുന്തോറും ചാൻസ് കുറയും. പരമാവധി നമ്മൾ എത്രയും നേരത്തെ ഇപ്പോൾ 1 വർഷമൊക്കെ ഇപ്പോൾ ഏറ്റവും മാക്സിമം 1 വർഷം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. 1 വർഷമായിട്ട് നിങ്ങൾക്ക് കുട്ടികളാകുന്നില്ല, നിങ്ങൾ നോക്കിയിട്ടാകുന്നില്ല എന്നാണെങ്കിൽ എന്തായാലും നിങ്ങൾ ഒരു ചെക്കപ്പ് എടുക്കണം. അത് ഒരാളല്ല, ഹസ്ബൻഡും വൈഫും ചെക്കപ്പ് എടുക്കണം. പിന്നെ ഇവൾക്ക് ഇതുണ്ട് കേട്ടോ, പ്രാർത്ഥന അതൊരു വഴിക്ക് അങ്ങനെ പോകട്ടെ. പ്രാർത്ഥന നേർച്ച കാര്യങ്ങൾ ഇപ്പൊ കൊച്ചു ജനിച്ചിട്ട് ഇപ്പൊ നേർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനല്ല, ഇവളാണ് അതിന്റെ മെയിൻ. കിട്ടിക്കഴിഞ്ഞുമ്പോ മറക്കരുത്. എനിക്കിങ്ങനെ മതപരമായിട്ട് വലിയ വിശ്വാസം ഉണ്ടെങ്കിലും ജീസസിൽ വിശ്വാസമുണ്ട്. പക്ഷെ മൊത്തത്തിൽ എനിക്ക് അത്ര വലിയ ഇതൊന്നുമല്ല ഇങ്ങനത്തെ കാര്യങ്ങളോട്. ഇവള് ഭയങ്കര വിശ്വാസിയും എല്ലാമാണ്. അപ്പോൾ ഇവളുള്ള രീതിയിലുള്ള നേർച്ചകൾ കാര്യങ്ങളൊക്കെ
ഞങ്ങള് മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പോണ വഴിക്ക് പള്ളികൾ കാണുമ്പോ അപ്പം നേരും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ലോങ്ങിലോട്ടൊക്കെ നേർന്ന് ഞാൻ പറ്റില്ല. ലോങ്ങിലോട്ട് ഞാൻ നേർന്നേ ഇല്ല. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു വേളാങ്കണ്ണി പള്ളിയിലൊന്ന് പോകണം. അതുപോലും ഞാൻ നേർന്നില്ല. കാരണം ലോങ് ആയതിന് കൊണ്ടുപോയില്ലെങ്കിലാന്ന് വിചാരിച്ചിട്ട് അടുത്തുള്ള പള്ളികളിൽ മാത്രമേ ഞാൻ നേർന്നുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. പക്ഷെ ചിലവരുണ്ട്, അതെന്താന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ വിശ്വാസം മാത്രമായിട്ട് ഹോസ്പിറ്റലുകളിൽ പോവാത്ത ഒരു ഫ്രണ്ട് നമുക്കുണ്ടായിരുന്നു. അപ്പൊ ആള് അകന്നൊരു ഫ്രണ്ടാണ്. ആൾക്ക് പിള്ളേരില്ല. ആളൊരു 5-8 വർഷമായിട്ട് നേർച്ചയും കാഴ്ചയും വഴിപാടും മാത്രമാണ്, അല്ലാണ്ട് ഹോസ്പിറ്റലിൽ പോവില്ല. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. നമ്മള് രണ്ടും ഒരേപോലെ തന്നെയാണ് കൊണ്ടുപോയത്. എന്തെങ്കിലും നമ്മൾ കുറവുണ്ടോന്ന് നമ്മൾ അറിയണം. ഇവള് ഭക്തിപരമായ കാര്യങ്ങളിലോട്ടും ഞാൻ ഡോക്ടർപരമായ കാര്യങ്ങളിലോട്ടും പോയി. അങ്ങനെ പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഭക്തി അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്, അതൊക്കെ അത് ഓരോരുത്തർ ചെയ്യുക. അതുകൂടാതെ ഇതും ചെയ്യണം വേറെ ഒന്നുമില്ല. ചെയ്യണമെന്ന് പറഞ്ഞത് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട്. എല്ലാവരോടും പോയി ചെയ്യാനല്ല, കൊച്ചുങ്ങൾ വേണമെന്നുള്ളവർ അങ്ങനെയുള്ളവർക്ക് ചെയ്യുക, അല്ലാത്തവർ ചെയ്യണ്ട. ചെയ്യുമ്പോൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഒരു ഡോക്ടറെ കണ്ടു. അവിടെ പോയി ഞങ്ങൾ രണ്ടുപേരെ ബാക്കി എല്ലാ ടെസ്റ്റുകളും ഞങ്ങൾ വേണ്ടെന്ന് വെച്ച് രണ്ടുപേരും ഒപ്പം ടെസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ട മെഡിസിനും ട്രീറ്റ്മെൻറ്റും കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങാതെ. ഒരു ദിവസം മുടക്കിയാൽ നമ്മൾ താഴോട്ട് പോകും. പിന്നെ പിന്നെയും എവിടെയാവണമെങ്കിൽ പിന്നെ ഒരു പാട് വയ്ക്കാം. കണ്ടിന്യൂസ് അങ്ങോട്ട് പോയി. ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയൻ്റെ വിരുന്നിൻ്റെ അന്ന്, അനിയൻ്റെ അന്ന് ഞങ്ങൾ രാവിലെ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ്. അപ്പൊ തന്നെ കൊണ്ടുപോയി ക്രാഫ്റ്റിൽ കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് അപ്പോഴും പോസിറ്റീവ് ആണെന്ന് കൺഫേം ആക്കി. അന്ന് തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ. ഞങ്ങൾ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞ ആ നിമിഷം തന്നെ ആ സന്തോഷം ഞങ്ങൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം തന്നെ ഞങ്ങൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അപ്പോൾ കുറേ പേര് ഞങ്ങൾ അടുത്ത് മക്കളെ ഇപ്പം ആരോടും പറയണ്ട, 3 മാസം 4 മാസം ആവട്ടെ, അതൊന്ന് ഉറപ്പാവട്ടെ, അങ്ങനെ നേരത്തെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ മെയ് 1-ാം തീയതി രാവിലെ ഞങ്ങൾ അറിഞ്ഞ് അന്ന് തന്നെ ഞങ്ങൾ ബ്ലഡ് ടെസ്റ്റ് എടുത്തി. ഉച്ചക്കായിരുന്നു അനിയന്റെ വിരുന്ന്. അന്ന് വന്നവരുടെ അടുത്തടക്കം ഞങ്ങൾ ആ ഹാപ്പി ന്യൂസ് അന്ന് തന്നെ ഞങ്ങൾ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഇത് എനിക്ക് തന്നേക്കണതാണെങ്കിൽ അതെനിക്ക് കിട്ടും. അതിപ്പോൾ ആൾക്കാരോട് പറഞ്ഞെന്നോർത്ത് പോവേണമെന്നുണ്ടെങ്കിൽ അത് പൊക്കോട്ടെ. ദൈവം എനിക്ക് തരാനുള്ള കുഞ്ഞാണ് അതെങ്കിൽ അതെനിക്ക് കിട്ടും എന്നാ ഒരു ധൈര്യത്തിൽ തന്നെ അന്ന് തന്നെ ഞാൻ എല്ലാവരോടും ഞാൻ പറയും. ഇവിടെ കുറെ പേരൊക്കെ പറഞ്ഞു അങ്ങനെ പറയരുത്, 3-4 മാസം കഴിഞ്ഞിട്ടൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അറിഞ്ഞു തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു. കൊറേ നാളെത്തിയിട്ട് എനിക്ക് പറയാനുള്ളത് വേറൊന്നല്ല, ഇങ്ങനെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത കുറെ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ലാസ്റ്റ് ഞാൻ പറയണെന്ന് വെച്ചാൽ വേറൊന്നല്ല, ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ കൊച്ചുങ്ങളാവണമെന്ന് ആഗ്രഹം ആവാത്തവർ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 പേരും കൂടി തീരുമാനം എടുക്കുക, കുറച്ച് അന്വേഷിക്കുക. നിങ്ങളുടെ അടുത്ത ബന്ധുക്കാരോട് ഇങ്ങനത്തെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാരൊക്കെ നിങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ടാവും, ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊച്ചുങ്ങളായവരുണ്ടാവും. ഇവരോട് ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക ഏതാണ് ഹോസ്പിറ്റലെന്ന്, എവിടെ പോകണം എന്ന്. ഒറ്റ ഹോസ്പിറ്റൽ അത് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഡിസൈഡ് ചെയ്യുക. ആ പെണ്ണിനെ വിട്ട് ചെക്ക് ചെയ്യുക, ആണിനെ വിട്ട് ചെക്ക് ചെയ്യുക, പരിപാടിയൊന്നും വേണ്ട. 2 പേരും കൂടി അങ്ങോട്ട് പോവുക, 2 പേരും കൂടി ചെക്കപ്പ് ചെയ്യുക. അപ്പോൾ 2 പേർക്കും ഉണ്ടാവുന്ന കുറവുകൾ, ചിലപ്പോൾ ചെക്കന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ പെണ്ണിന് കുഴപ്പമുണ്ടാവില്ല. ആരെങ്കിലും ഒരാൾക്കായിരിക്കും. ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ചിലപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കായിരിക്കും. അത് നിങ്ങൾ 2 പേരും ചെക്ക് ചെയ്താലേ മാത്രമേ അറിയുള്ളൂ. ചെക്ക് ചെയ്യുക, കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക, കണ്ടിന്യൂസ് ചെയ്ത് പോയാൽ മാറാവുന്ന കാര്യമുള്ളൂ. അതായത് നിങ്ങൾ ഇതും വെച്ചുകൊണ്ട് ഓരോ വർഷം ഇങ്ങനെ കുറച്ച് പോവും, ലാഗടിക്കും, പിന്നെയും കുറച്ച് പോവും, ഇങ്ങനെ വർഷങ്ങൾ പോയിക്കൊണ്ടിരുന്ന പ്രായം കൂടുന്തോറും ഇതിനുള്ള ചാൻസ് കുറഞ്ഞു. അവൻ ജനിച്ച് 2-ാമത്തെ മാസം ഞങ്ങൾ ചാനൽ മാമോദീസൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചാനൽ ഫെബ്രുവരി 26-ാം തീയതിയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഫെബ്രുവരി 26 വന്നപ്പോൾ 1 വർഷമായി. അത്രയൊക്കെ ഉള്ളൂ പറയാനുള്ളത്. ഇത് ചെറിയൊരു വീഡിയോ ആണ്, ഇത് ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടണമെങ്കിൽ പെടട്ടെ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇട്ടാണ്. ഇതുപോലത്തെ ഞങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങളായിട്ട് ഞങ്ങൾ വരും. അപ്പൊ കാണാം. ബൈ ബൈ.